ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് ഇനാഫ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പെരി പെരി ചിക്കൻ മന്തി റെസിപ്പിയാണ്. പെരുന്നാളിനായാലും അതുപോലെ ഏത് വിശിഷ്ട ദിവസങ്ങളിലായാലും വെക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് മന്തി റെസിപ്പി. മന്തി ഇഷ്ടമില്ലാത്തവരായ ആരും തന്നെ ഉണ്ടാകില്ല. ഏത് കൊച്ചു കുട്ടികൾക്കും ഇഷ്ടമുള്ളതാണ് ചിക്കൻ മന്തി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായി ഇവിടെ 1 കിലോ സെല്ല ബസ്മതി വൈറ്റ് ഗോൾഡിൻ്റെ സെല്ല ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായി ഒന്ന് വാഷ് ചെയ്ത് ഒരു 3 തവണ വാഷ് ചെയ്ത് ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും അതൊന്ന് കുതിരാൻ വെക്കാം. എപ്പോഴും അരി കുതിരാൻ വെക്കുമ്പോൾ നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് കുതിരാൻ വെക്കേണ്ടത്. ഇതാ ഒരു വലിയ ഫുൾ ചിക്കൻ ഇതുപോലെ വലിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് ഇതെല്ലാം ഒരു ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനൊരു ലേശം ഉപ്പും ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അത് അരച്ചതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് ഒന്ന് നന്നായി ഒന്നും കൂടിയും അരച്ചെടുക്കാം. ഈ മിക്സ് നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് നന്നായി തേച്ച് പിടിപ്പിക്കണം. അതേ ജാറിലേക്ക് ഒരു വലിയ പിടി പുതിനയില ഇട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കാം. ശേഷം അതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുത്ത് അതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഈ മസാലയും നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തക്കത്ത രീതിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. നമ്മളിവിടെ ഫുഡ് കളർ ആഡ് ചെയ്യുന്നില്ല. സാധാരണ എല്ലാവരും ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു കളറ് ടെക്സ്ചർ കിട്ടുള്ളൂ. അതേ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമല്ലിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും, എൻ്റെ കയ്യിൽ കുരുമുളക് ഉണ്ടായില്ല അതുകൊണ്ട് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്തത്. പിന്നെ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ 1.5 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു മാഗി ക്യൂബിൻ്റെ ഒരു പീസ് അതും ഇട്ട് ഒന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഈ അരപ്പും നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് നന്നായി തേച്ച് പിടിപ്പിക്കണം. ഈ പെരി പെരി മന്തി അല്പം സ്പൈസിയാണ്. അതിന് കാരണം മെയിനായിട്ട് വറ്റൽമുളകാണ്. ഇനി ഒരു ജാറിലേക്ക് ഒരു പിടി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അതും ആ ചിക്കനിലേക്ക് ഇട്ടൊന്ന് നന്നായി തേച്ച് പിടിപ്പിക്കണം. ഈ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാവുമ്പോൾ ചിക്കനിലേക്ക് ആ മസാല എല്ലാം നന്നായി പിടിച്ചോളും. ഇനി ഫ്രിഡ്ജിൽ നിന്നും എടുത്തതിന് ശേഷം ഒരു വലിയൊരു ശരുവത്തിൽ സൺഫ്ലവർ ഓയിൽ കുറച്ചൊഴിക്കാം. ഇത് മുങ്ങിപ്പൊരിയേണ്ട ആവശ്യമില്ല. ഈ ചിക്കന് അതിൻ്റെ ആ അടിഭാഗത്തെല്ലാം നിരത്തി കൊടുക്കുക. ഒരു ഭാഗം വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനൊക്കെ ആ ഓയിലിൽ നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മൂടി വെച്ചത് വേവിക്കാം. മിനിമം ടു ലോ ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ആ സമയം കൊണ്ട് നമുക്ക് മന്തി ഉണ്ടാക്കാം. അതിനായി ഒരു വലിയൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച ക്യാരറ്റും അതുപോലെ ബദാം, ഉണക്കമുന്തിരി, കശുവണ്ടി ഇത്രയും ഇട്ടെടുത്തൊന്ന് നന്നായി ഒന്ന് വറുത്ത് കോരുക. ഇത് ചോറിൻ്റെ മുകളിൽ ഇടാനാണ്. അപ്പോൾ അതാ നന്നായി വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ ആ ഓയിലിലേക്ക് നമ്മുടെ സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്ക,
പിന്നെ ബേ ലീഫ് അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ചോറ് റെഡിയാക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ്റെ കാര്യം മറന്നു പോകരുത്. അതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ആഡ് ചെയ്തത്. അതും അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം അതിലേക്ക് ഒരു 3 വലിയൊരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. കീറേണ്ട ആവശ്യമില്ല, വെറുതെ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായി അരച്ചെടുത്തത് അതും ചേർത്ത് കൊടുക്കാം. തീ മിനിമത്തിലിട്ട് വേണം ഇതെല്ലാം വഴറ്റി കൊടുക്കാൻ. തക്കാളിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം ഒരു മാഗി ക്യൂബും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ ഒരു ഫുൾ പാത്രം അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാത്രത്തിൽ തന്നെ 1.5 പാത്രം വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഞാനിവിടെ അരി ഒരു 2-3 മണിക്കൂർ കുതിരാൻ വച്ചിരുന്നു. ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് ഇതൊന്ന് തിളക്കാൻ വെക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്തു. അങ്ങനെ ഇതാ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ ഉപ്പൊക്കെ നോക്കി. ഉപ്പ് ഒരു അല്പം മുന്തിക്കണം, എന്നാലേ ചോറിന് കറക്റ്റ് ഉപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വാരി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, പുഴുങ്ങല്ല ചെയ്യുന്നത്. സോ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം എല്ലാ ഭാഗത്തും ചോറ് ഒരുപോലെ വേവണമല്ലോ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കന് ചെറിയ തീ കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചോറും ഇത് വെള്ളമൊക്കെ വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടിട്ടുണ്ട്. ഇനി ചോറ് നമുക്ക് ആ ചിക്കൻ്റെ മേളിലേക്ക് ഒന്ന് ഇട്ട് ഒന്ന് പുകച്ചെടുക്കണം. മന്തിയുടെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ആ ഒരു സ്മോക്കി ഫ്ലേവർ ആണ്. അപ്പോൾ അതൊന്ന് പുകച്ചെടുക്കാൻ വേണ്ടി ഇവിടെ ഒരു അടുപ്പത്ത് 2 ചിരട്ട കത്തിച്ച് അതിൻ്റെ കനൽ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ലേശം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായി ഒന്ന് പുകഞ്ഞു വരും. ഇനി ഈ പാത്രം നമ്മുടെ ആ മന്തിയുടെ ആ ഒരു ചെരുവത്തിലേക്ക് ഇറക്കി വെച്ച് ഒന്ന് നന്നായി ഒന്ന് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. അതിൻ്റെ ആ പുക പുറത്തേക്ക് പോകാതിരിക്കാനാണ് ഒരു വെയിറ്റ് അതിൻ്റെ മുകളിൽ വച്ചേക്കുന്നത്. അങ്ങനെ ഒരു 5-10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ അതാ നമ്മുടെ മന്തി പെർഫെക്റ്റ് ആയിട്ട് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ലേശം വെള്ളത്തിൽ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു യെല്ലോ റൈസ് കിട്ടും. മന്തിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയല്ലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ആ യെല്ലോ റൈസ്. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ എല്ലാം മാറ്റി
ചോറിലേക്ക് മേളിലേക്ക് വച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച് അതെല്ലാം ആ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പെരി പെരി അൽഫാം മന്തി റെഡി.